സിനോ എടി എൻ്റെ അടുത്തൊരു 900 ഉറുപ്പ്യ ഉണ്ടോ? ആ സർവീസുകാരൻ വിളിക്കണ്ട ഹെഡ്ലൈറ്റ് ഒക്കെ നേരാക്കിയതിൻ്റെ. നിന്റെ അടുത്ത് 900 ഒന്നുമില്ല, ആകെ നുള്ളി പൊറിക്കാണ്ട് ഒരു 7200 ഉറുപ്പ്യ ഉണ്ട്. ആ ബസ്സിന്നേ 7000 എടുത്തിട്ട് 200 അവിടെ വെക്കി, ബാക്കി നിങ്ങൾ എന്താ വെച്ചാൽ കാട്ടി. നിന്റെ അടുത്ത് ഇടുന്ന പൈസ 7000 ഉള്ളൂ അല്ലേ? കുഴപ്പമില്ല, ബാക്കി ഞാൻ എന്തെങ്കിലും കാട്ടിക്കോളൂ. അനക്കെന്തിനാ 200? അതുകൊണ്ട് എനിക്കൊരു സൺസ്ക്രീൻ എടുക്കാണ്ട് 200 രൂപന്റെ താഴെ വാങ്ങിയിട്ടുള്ളതേ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ച് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീനും ഇതും തമ്മിലുള്ള മാറ്റം ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ തേച്ചപ്പോൾ തന്നെ ഒട്ടും ബ്ലെൻഡും ആവുന്നില്ല, ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല കുറച്ച് സ്റ്റിക്നെസ്സും ഉണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് എടുത്തതും വലുതായിട്ട് ബ്ലെൻഡ് ആവുന്നില്ല, ഭയങ്കര ഓയിലി ആൻഡ് ഗ്രീസി ആണ്. പിന്നെ നല്ലോണം വൈറ്റ് കാസ്റ്റും ഉണ്ട്, അതുകൊണ്ട് എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി ഞാൻ മൂന്നാമത് എടുത്തിട്ടുള്ളത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ കുറെ നേരം ബ്ലെൻഡ് ചെയ്തിട്ടും അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീന്റെ മാറ്റം നമുക്ക് കണ്ടാലോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല. ഇത് ആക്നെ പ്രോൺ ആൻഡ് ഓയിലി സ്കിന്നിനും പറ്റൂട്ടോ. ഇത് ഭയങ്കര ഹൈഡ്രേറ്റഡ്, പിന്നെ ഒരു നാച്ചുറൽ ഗ്ലോയും നമുക്ക് തരും കേട്ടോ. പിന്നെ ഇതിന്റെ മുകളിൽ മേക്കപ്പ് ഇട്ടാലും നമുക്ക് ഒട്ടും ഹെവിനെസ് ഫീൽ ചെയ്യില്ല. അപ്പൊ ഇതിൽ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ ഗുഡ് വൈബ്സിന്റെ സീക്ക സൺസ്ക്രീൻ തന്നെയാണ്. വെറും 200 രൂപക്ക് താഴെ ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ കിട്ടുന്നത് ലാഭല്ലേ. അപ്പൊ പ്രൊഡക്റ്റ് പർപ്പിളിൽ അവൈലബിൾ ആണ്, പിന്നെ ടാഗും ചെയ്തിട്ടുണ്ട്.